കണ്ണൂർ സർവകലാശാലയിൽ പരീക്ഷകൾ മുടങ്ങിയത് സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണെന്ന് രജിസ്ട്രാർ. സോഫ്റ്റ്വെയറിലൂടെ തയ്യാറാക്കിയ ചോദ്യപേപ്പറുകളിൽ ചിലതിൽ തെറ്റ് കണ്ടെത്തി. 68 വിഷയങ്ങളിൽ 54 എണ്ണം തടസ്സമില്ലാതെ നടന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾക്കായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നും രജിസ്ട്രാർ ഡോക്ടർ ജോബി കെ ജോസ് 24 പറഞ്ഞു. ചില ടെക്നിക്കലായിട്ടുള്ള എററുകൾ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്തപ്പോൾ അത് ഉണ്ടാകുകയുണ്ടായി. നമ്മൾ രാത്രി അത് മാക്സിമം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കുറേ വിഷയങ്ങളുടെ കേസിൽ നമുക്ക് പരിഹരിക്കാനും ഏകദേശം 9 മണിക്ക് മുമ്പ് പരിഹരിക്കാനായിട്ട് പറ്റി. എല്ലാ പരീക്ഷകളിലും ഏകദേശം 54ഓളം വിഷയങ്ങളിലായിട്ട് പരീക്ഷകൾ ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ തന്നെ പരീക്ഷ നടന്നിട്ടുണ്ട്. തുടർ പരീക്ഷകളിലൊന്നും ഈ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കൂടുതൽ ജീവനക്കാരെ ആ സെക്ഷനുകളിലേക്ക് വിന്യസിച്ചുകൊണ്ട് ആ സെക്ഷനുകളെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ അത് വെരിഫൈ ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പരീക്ഷകൾ കൃത്യസമയത്ത് നടത്താൻ കഴിയാത്ത സാഹചര്യം, അതിനെ തുടർന്നാണ് അത് മാറ്റിവെക്കേണ്ടി വന്നത്. KSU MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രജിസ്ട്രാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. സോഫ്റ്റ്വെയറിലൂടെ തയ്യാറാക്കിയ ചോദ്യപേപ്പറുകളിൽ ചിലതിൽ എറർ കണ്ടെത്തുകയായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. 68 വിഷയങ്ങളിൽ 54 എണ്ണത്തിലെ പരീക്ഷകൾ തടസ്സമില്ലാതെ നടന്നുവെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾക്കായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കും എന്നാണ് രജിസ്ട്രാർ ഡോക്ടർ ജോബി കെ ജോസ് ഇപ്പോൾ 24 വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ തന്നെ വിശദീകരണം നൽകുന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് സർവകലാശാലയുടെ വിശദീകരണം അരുൺ ഇക്കാര്യത്തിൽ? ഉന്മേഷ, ഇതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസാണ് ഈ ചോദ്യപേപ്പർ, സർവകലാശാല പരീക്ഷകളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. അത് പിന്നീട് അവർ തയ്യാറാക്കി ചോദ്യ ബാങ്കിലുള്ള അവരുടെ ചോദ്യങ്ങൾ പിന്നീട് ജനറേറ്റ് ചെയ്ത് ചോദ്യപേപ്പറായി ക്രമീകരിക്കുകയാണ്. അതൊരു സോഫ്റ്റ്വെയറിലൂടെയാണ് അത്തരം ചോദ്യപേപ്പർ എന്ന നിലയിൽ ക്രമീകരിക്കുന്ന നടപടികൾ നടത്തുന്നത്. അതിൽ ഇന്നലെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. ചില എററുകൾ കണ്ടെത്തി. ചില വിഷയങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ എററുകൾ കണ്ടെത്തി. ആ എററുകൾ പരിഹരിക്കുന്നത്, അത് മാറ്റി ചോദ്യപേപ്പർ ക്രമീകരിക്കാൻ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ചില വിഷയങ്ങളിലെ പരീക്ഷകൾ മുടങ്ങാൻ കാരണം. ആകെ 68 പരീക്ഷകളാണ് ഇന്നലെ നിശ്ചയിച്ചിരുന്നത്. അതിൽ 54 വിഷയങ്ങളുടെ പരീക്ഷകൾ കൃത്യമായി നടത്താൻ സാധിച്ചു. 9 വിഷയങ്ങളിലെ 14 പരീക്ഷകളാണ് ഈ എറർ സംഭവിച്ചതുകൊണ്ട് അതൊരു ടെക്നിക്കൽ എറർ മാത്രമാണ് എന്നതാണ് സർവകലാശാല അക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ഇതിൽ ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സംവിധാനം ആകെ അതിൽ പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട് എന്ന വാദം ശരിയല്ല എന്നുകൂടിയുള്ള വിശദീകരണമാണ് സർവകലാശാല നൽകുന്നത്. നേരത്തെ രൂക്ഷമായ വിമർശനങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഈ സംവിധാനത്തിൽ വലിയ മാറ്റം വരുത്തണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. സാങ്കേതിക തകരാർ മാത്രമാണ് ഇന്നലെ സംഭവിച്ചത്, പ്രശ്നം മാത്രമാണ് സംഭവിച്ചതെന്നാണ് സർവകലാശാല വിശദീകരിക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.